ഹായ് എല്ലാവർക്കും പ്രക്ടേൻ്റെ വീക്ക്ലി കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ആദ്യ ചോദ്യം നോക്കിയേ. 2026 ജൂലൈയിൽ മണ്ണിടിച്ചിലിൽ വാർത്തകളിൽ ഇടം നേടിയ ഇരട്ട തുരങ്കപാത പദ്ധതി ഏത് എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം 2026 ജൂലൈ മാസം അല്ലേ, ജൂലൈ മാസം 7-ാം തീയതി അനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും 4-5 പേർ മരിക്കുകയും ചെയ്തായിരുന്നു. നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ടാങ്കർ ലോറി തന്നെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ വരികയാണ്, അതിനിടയിൽ 5-6 പേര് കുടുങ്ങി അവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അത് ഏത് ജില്ലയിൽ നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലാണ്. അതൊന്ന് നോക്കി വെച്ചോളുക. വയനാട് ജില്ലയിലാണ്. ഇരട്ട തുരങ്കപാത പദ്ധതിയാണ് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി ഇരട്ട തുരങ്കപാത. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക കേട്ടോ. അടുത്ത ചോദ്യം ഒരു പദ്ധതിയാണ്. പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ദാക്ഷായണി പദ്ധതി. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ദാക്ഷായണി പദ്ധതി വന്നിരിക്കുകയാണ് അല്ലെ. നോക്കൂ, അത് പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ദാക്ഷായണി പദ്ധതി എന്ന് പറയുന്നു. നമുക്കറിയാം, നിലവിൽ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ.എ. തുളസി അല്ലേ. കെ.എ. തുളസിയാണ്. പദ്ധതി പറഞ്ഞിരിക്കുന്നു ദാക്ഷായണി പദ്ധതിയാണ്. നമുക്കൊക്കെ നേരത്തെ തന്നെ അറിയാം, കേരളത്തിൽ നിന്നും അല്ലെ ഇന്ത്യയിൽ നിന്നും ബിരുദം നേടിയ പട്ടികജാതി വനിതയും കൂടിയാണ് ദാക്ഷായണി വേലായുധൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അല്ലെ. കേരളത്തിൽ നിന്നും ബിരുദം നേടിയിരിക്കുന്ന വനിതയും കൂടിയാണ് ദാക്ഷായണി വേലായുധൻ. അതേത് അവരുടെ പേരിലാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നു അല്ലെ. ഈ നടപ്പിലാക്കുന്നത് ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പാലക്കാട് ജില്ലയിലാണ്. പദ്ധതി നടപ്പിലാക്കുന്ന ഏത് ജില്ലയിലാണ്? ആദ്യം പാലക്കാട് ജില്ലയിലാണ്. സ്ത്രീകൾക്ക് 75% വരെ സർക്കാർ സബ്സിഡി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ് ദാക്ഷായണി പദ്ധതി എന്നുള്ളത്. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക. അടുത്തൊരു പാലമാണ്. കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്നതിനായി കബനി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയിരിക്കുന്ന പാലം ഏത് എന്നുള്ളതാണ്. അപ്പൊ കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്നതിനായി കബനി നദിക്ക് കുറുകെ നിർമ്മിക്കുവാൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്ന പാലം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബൈരക്കുപ്പ പാലമാണ്. തിരിച്ചും വരാം. ബൈരക്കുപ്പ പാലം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കേരളവും വേണം, കർണാടക. രണ്ടും നോക്കി വെച്ചോളുക. കേരളം കർണാടക അല്ലെ. ഇനി ഏത് നദിക്ക് കുറുകെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കബനി നദിക്ക് കുറുകെയാണ്. അങ്ങനെയും ചോദ്യം നമ്മളോട് ചോദിക്കാം. നോക്കിയോ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഒരു പദ്ധതിയാണ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ സമീപ പ്രദേശങ്ങളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതി. നമ്മളൊക്കെ അറിയാം, ഏകദേശം പോലീസ് സ്റ്റേഷന്റെയും ആ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബൈക്ക്, ലോറി, കാർ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വർഷങ്ങളോളം കൊണ്ടിട്ടിരിക്കുന്നു അല്ലെ. അതൊക്കെ കാട് പിടിച്ചൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. സോ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് ആഭ്യന്തര വകുപ്പ് ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് സ്പേസ് എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. സ്പേസ് ഏത് വകുപ്പിന് കീഴിലെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലേ പോലീസാണ്. അപ്പം ഏതാണ്? ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് അല്ലേ. പദ്ധതി ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. നമുക്കറിയാം നിലവിൽ ആരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തല. അതും കൂടി എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെച്ചോളുക. പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സ്പേസ് എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. അടുത്ത് പോലീസുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. പക്ഷെ അത് കേരളത്തിന്റെ അല്ല, ഗുജറാത്തിന്റെ ഒരു പദ്ധതിയാണ്. നമുക്ക് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഓൺലൈൻ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഗുജറാത്ത് പോലീസ് ആരംഭിച്ച ക്യാമ്പയിൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഓൺലൈൻ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഗുജറാത്ത് പോലീസ് ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിൻ ഓപ്പറേഷൻ സുരക്ഷിത് സൈബർ സ്പേസ് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സുരക്ഷിത് സൈബർ സ്പേസ്. ഇനി നമുക്ക് തിരിച്ചു വരാം. ഓപ്പറേഷൻ സുരക്ഷിത് സൈബർ സ്പേസ് ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ചോദിക്കാം. അത് ഗുജറാത്താണ്. അങ്ങനെയും ചോദിക്കാവുന്നതാണ്. നോക്കി വെച്ചോളുക. അടുത്തൊരു 3-4 നിയമനങ്ങളാണ്. നമുക്ക് ആ നിയമനങ്ങളിലോട്ട് പോകാം. 2026 ജൂലൈയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി നിയമിതനായിരിക്കുന്ന വ്യക്തി. 2026 ജൂലൈയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി ചുമതലയേറ്റത് എ.പി. അബ്ദുൽ കബീറാണ്. സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്?
അത് AP അബ്ദുൽ കബീറാണ് അല്ലെ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് എന്ത് ചെയ്യുന്നത്, സാക്ഷരതാ മിഷൻ വരുന്നു എന്നുള്ളതും കൂടി എന്ത് ചെയ്യുമെന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി അടുത്തൊരു നിയമനം. ദക്ഷിണ വ്യോമസേന കമാൻഡ് മേധാവിയായി ചുമതലയേറ്റിരിക്കുന്ന വ്യക്തി. 2026 ജൂലൈയിൽ ദക്ഷിണ വ്യോമസേന കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ ജസ്ബീർ സിംഗ് മാനാണ്. എയർ മാർഷൽ ജസ്ബീർ സിംഗ് മാനാണ് ദക്ഷിണ വ്യോമസേന കമാൻഡ് മേധാവിയായി ചുമതലയേറ്റിരിക്കുന്ന വ്യക്തി. അടുത്തൊരു നിയമനം. ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റിരിക്കുന്ന വ്യക്തി ആരെന്നാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് അശുതോഷ് ദീക്ഷിത് ആണ്. നമുക്കറിയാം ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അമർപ്രീത് സിംഗ് ആണ് അല്ലേ. ഉപമേധാവി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് അശുതോഷ് ദീക്ഷിത്. നോക്കി വെച്ചോളുക. മറ്റൊരു നിയമനമാണ്. സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത് ആര് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ സുപ്രീം കോടതിയുടെ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് ഒരു വനിത നിയമിതയായിരിക്കുന്നു. ജസ്റ്റിസ് BV നാഗരത്ന. ജസ്റ്റിസ് BV നാഗരത്ന. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് PSC നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത് ജസ്റ്റിസ് BV നാഗരത്ന ആണ്. ആ പ്രധാനപ്പെട്ട 4 നിയമനങ്ങൾ എന്ത് ചെയ്യാമെന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നോക്കിക്കോ. വിക്ഷേപണത്തിന്റെ ബഹിരാകാശത്ത് വെച്ച് നഷ്ടമായ ഗാലക്സിയുടെ ലോകത്തിലെ ആദ്യ ഒപ്റ്റോസർ ഉപഗ്രഹം ഏത് എന്നുള്ളതാണ്. ഗാലക്സിയുടെ ഒരു ഉപഗ്രഹം നഷ്ടമായി. അതിന്റെ പേര് ദൃഷ്ടി എന്നാണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ആദ്യത്തെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ വിക്ഷേപണ കമ്പനി ദൃഷ്ടി എന്ന പേരിൽ ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ റോക്കറ്റിൽ ഇത് വിക്ഷേപിച്ചു അല്ലെ. കാർമേഘങ്ങൾക്കിടയിൽ ഇരുന്ന് പോലും നമുക്ക് എന്ത് പറയാം, ഇത് വളരെ ക്ലിയർ ആയിട്ട് പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഗാലക്സി എന്ന് പറയുന്ന കമ്പനി ഇത് വിക്ഷേപിച്ചു. സോ അവരുടെ ഒപ്റ്റോസർ ഉപഗ്രഹം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയും വേഗം തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം. അതിന്റെ പേര് ദൃഷ്ടി എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക, ചോദിക്കാവുന്ന ചോദ്യമാണ്. അടുത്ത് നോക്കിയോ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഇന്റഗ്രേറ്റഡ് റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഇന്റർഗ്രേറ്റഡ് റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ബലോത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ബലോത്ര എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രാജസ്ഥാനിലാണ്. നമ്മൾ ഈ പദ്ധതി ആര് ഉദ്ഘാടനം ചെയ്തു? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം വീണ്ടും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ എന്ത് വന്നിരുന്നാലും അത് PSC ചോദിക്കുന്ന കൂട്ടത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലെ സാനന്ദിലാണ്. അത് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇത്രയാണ്. വേൾഡ് പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 125-ാം സ്ഥാനമാണ്. 197 രാജ്യങ്ങളുടെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അവിടെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 125-ാം സ്ഥാനമാണ്. ഇവിടെ 1-ാം സ്ഥാനം സ്വീഡനാണ്. സ്വീഡൻ വേൾഡ് പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് 125-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സ്വീഡനാണ്. 197 രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തിറക്കി. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 125-ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഒരു തണ്ണീർത്തടമാണ്. 2026 ജൂലൈയിൽ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച ബോർജുലി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ജോഗ്രഫിക്കകത്തായിരിക്കും എക്സാമിന് നമ്മളോട് ചോദിക്കുക ബോർജുലി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എന്തിനിപ്പം ബോർജുലി തണ്ണീർത്തടമൊക്കെ ചോദിച്ചു, അങ്ങനെ ചോദിക്കാൻ നമുക്ക് വരാം. പക്ഷേ 2026 ജൂലൈയിൽ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച ബോർജുലി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസമാണ്. നോക്കി വെച്ചോളുക, അസമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ബോർജുലി തണ്ണീർത്തടം?
ഒരു കൃത്രിമ കോശം കണ്ടെത്തിയിരിക്കുന്നു അമേരിക്കയിലെ മിന്നസോട്ട യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ. മിന്നസോട്ട യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് USA. സോ LP UPക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെച്ചോളുക കേട്ടാ. ചോദ്യം വായിക്കുന്നു. രാസഘടകങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞർ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ കോശം ഏത് എന്നുള്ളതാണ് ചോദ്യം. രാസഘടകങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞർ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ കോശം ചോദിക്കുകയാണെങ്കിൽ അത് സ്പട്സെൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് സ്പട്സെല്ലാണ് അല്ലെ. മിന്നസോട്ട യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഇത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്പട്സെൽ എന്നാണ് അതിൻ്റെ പേര്. നോക്കി വെച്ചോളുക, നോക്കി വെക്കുക, നമ്മളോട് ചോദിക്കാം. ഒരു റിപ്പോർട്ടിൽ, ലോകബാങ്കിന്റെ റിപ്പോർട്ടിൽ 5 സംസ്ഥാനങ്ങൾ ഇതാ മുൻനിരയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യം ഇതാ: ലോകബാങ്ക് മാനദണ്ഡ പ്രകാരം ഉയർന്ന ഇടത്തരം വരുമാനമുള്ള വിഭാഗത്തിന്റെ പരിധിയായിരിക്കുന്ന $4,636, ഏകദേശം ഇന്ത്യൻ കണക്ക് പ്രകാരം 3.9 ലക്ഷം കടന്ന 5 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെ. അതായത് ഉയർന്ന ഇടത്തരം വരുമാനങ്ങളിൽ നിന്നും അവരുടെ പരിധി, ആ വിഭാഗത്തിന്റെ പരിധി കടന്നിരിക്കുന്ന 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് ലോകബാങ്ക് പുറത്തിറക്കിയിരിക്കുന്നു. ന്യൂഡൽഹി, കർണാടക, തെലുങ്കാന, തമിഴ്നാട്, ഗുജറാത്ത്. ഡൽഹിയുണ്ട്, കർണാടകയുണ്ട്, തെലുങ്കാനയുണ്ട്, തമിഴ്നാടുണ്ട്, ഗുജറാത്തുണ്ട്. പക്ഷേ കേരളമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തിൽ എത്തിയ അല്ലെ അതിൽ കുറവിലെത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങൾ. ജസ്റ്റ് കുറവിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നോക്കൂ, മഹാരാഷ്ട്ര, ഹരിയാന, കേരളം അല്ലെ. $26 കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ സംസ്ഥാനങ്ങൾക്കിടയിൽ വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് $26 കുറവാണ് ഇടത്തരം കുടുംബങ്ങളിൽ എന്നുള്ളതാണ്. അപ്പൊ കേരളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ബാക്കി 5 സംസ്ഥാനങ്ങൾ ഡൽഹി, കർണാടക, തെലുങ്കാന, തമിഴ്നാട്, ഗുജറാത്ത് ആണേ. അടുത്ത ചോദ്യം: നമ്മുടെ ഒരു ഉപഗ്രഹം അല്ലെ വിക്ഷേപണത്തിന് തയ്യാറായിരിക്കുന്നു അല്ലെ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം ബഹിരാകാശത്ത് പരീക്ഷിക്കുന്നതിനായി ISRO വിക്ഷേപിക്കാൻ തയ്യാറാക്കുന്ന ഉപഗ്രഹമാണ് TDS-01. നോക്കി വെച്ചോളുക, TDS-01 തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം ബഹിരാകാശത്ത് നമ്മൾ പരീക്ഷിക്കുന്നതിനായിട്ട് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ഉപഗ്രഹമാണ് TDS-01. അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ISRO ഗഗൻയാൻ ദൗത്യത്തിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ച സോളിഡ് മോട്ടോർ അധിഷ്ഠിത പ്ലാറ്റ്ഫോം ഏത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഗഗൻയാൻ പദ്ധതി നടപ്പിലാക്കാൻ ഏകദേശം അതിന്റെ പദ്ധതികളൊക്കെ അതിന്റെ ഒരു 90% ആയിരിക്കുന്നു എന്നുള്ള ചെറിയ റിപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ISRO ഗഗൻയാൻ ദൗത്യത്തിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത സോളിഡ് മോട്ടോർ അധിഷ്ഠിത പ്ലാറ്റ്ഫോം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പേര് സോൾവ് എന്നാണ് അല്ലെ. സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെന്റ് എന്നാണ് സോൾവിന്റെ പൂർണ്ണ രൂപം. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെന്റ് എന്നാണ് സോൾവിന്റെ പൂർണ്ണ രൂപം. ഡിഫൻസുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം വന്നിരിക്കുന്നു. 2026 ജൂലൈയിൽ ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന പുതിയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഏത് എന്നുള്ളതാണ്. സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്, ആദ്യം എന്താണ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് എന്നൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ശത്രു രാജ്യങ്ങളുടെ കണ്ണിൽ പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഈ ശത്രു രാജ്യങ്ങളുടെ മനസ്സിലായല്ലോ അല്ലേ, ശത്രു രാജ്യങ്ങളുടെ കണ്ണിൽ പെടാതെ അവരുടെ വയർലെസ് അല്ലെങ്കിൽ അവരുടെ ആ സിസ്റ്റത്തിനകത്ത് പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ INS മഹേന്ദ്രഗിരിയിൽ നിന്ന് നമുക്ക് മിസൈൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2026 ജൂലൈയിൽ ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന പുതിയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ INS മഹേന്ദ്രഗിരി എന്നുള്ളതാണ്. 2026 ജൂലൈ മാസം 11 അല്ലേ. അപ്പോൾ ശത്രു രാജ്യങ്ങളുടെ റഡാറിൽ ഉൾപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി കാര്യങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ കഴിവുള്ള ഒരു പുതിയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തിറക്കാൻ പോകുന്നു. INS മഹേന്ദ്രഗിരി എന്നാണ് അതിൻ്റെ പേര്. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. മറ്റൊരു കപ്പലാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് അഡ്സൺ നദിയിൽ നടന്ന പ്രമുഖ കപ്പൽ പരിശീലനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഏത് എന്നുള്ളതാണ്. നാവികസേനയുടെ പരിശീലന കപ്പൽ ഏത് എന്നുള്ളതാണ്. 2026 ജൂലൈ മാസം 4-ാം തീയതി അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിനമാണ് അവർ ആചരിച്ചു എന്നുള്ളതാണ്. 250.
അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഹെഡ്സൺ നദിയിൽ നടന്ന പ്രമുഖ കപ്പൽ പ്രദർശനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ INS സുദർശിനി. നോക്കി വെച്ചോളുക. INS സുദർശിനിയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക. അമേരിക്കയുടെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ പ്രദർശിപ്പിച്ച നമ്മുടെ പരിശീലന കപ്പൽ കൂടിയാണ് INS സുദർശിനി എന്നുള്ളത്. ഒന്ന് നോക്കി വെച്ചോളുക. 2026 ജൂലൈ 4 അമേരിക്കയുടെ എത്രാമത് സ്വാതന്ത്ര്യ വാർഷികമാണ് ആചരിച്ചു എന്ന് ചോദിച്ചാൽ 250 ആണ്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ വാർഷികമാണ് 2026 ജൂലൈ മാസം 4-ാം തീയതി ആചരിച്ചു എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക കേട്ടോ, ഇതൊക്കെ നോക്കി വെച്ചോളുക. അടുത്ത ചോദ്യം ഇന്ത്യൻ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡ്രോൺ അധിഷ്ഠിത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ച പുതിയ പ്രത്യേക യൂണിറ്റുകളാണ് ബാസ് ബറ്റാലിയനുകൾ. അല്ലെ, നേരത്തെ നമ്മൾ ബാസ് ബറ്റാലിയനൊക്കെ ചർച്ച ചെയ്തതാണ്, പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ്. ആ ബാസ് ബറ്റാലിയൻ വിജയകരമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡ്രോൺ അധിഷ്ഠിത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അല്ലെ, ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യ അങ്ങനെ ഒരു ബറ്റാലിയൻ, പുതിയ ബറ്റാലിയൻ കൊണ്ടുവന്നിരിക്കുന്ന ബാസ് ബറ്റാലിയൻ എന്നാണ് അതിന്റെ പേര്. നോക്കി വെച്ചോളുക. ഡ്രോൺ അധിഷ്ഠിത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ച പുതിയ പ്രത്യേക യൂണിറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ബാസ് ബറ്റാലിയൻ എന്നുള്ളതാണ്. ഒരു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഈ റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ, ഈ റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ലക്നൗ. നോക്കി വെച്ചോളുക. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ അത് ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു വേദിയാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയാണ് അല്ലെ. ആന്റി ഡ്രഗ്സ് ഏജൻസീസ് മീറ്റിംഗ് നടന്നിരിക്കുന്നു. എന്തുമായി ബന്ധപ്പെട്ട്? ബ്രിക്സുമായി ബന്ധപ്പെട്ട് അല്ലെ. ബ്രിക്സ് മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരുടെ യോഗം വേദി 2026 ജൂലൈയിൽ എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തി അല്ലെ, അസമിലാണ്. അസമിലെ ഗുവാഹത്തിയിൽ ആന്റി ഡ്രഗ് ഏജൻസീസ് മീറ്റിംഗ് നടന്നു ബ്രിക്സുമായി ബന്ധപ്പെട്ട്. നോക്കി വെച്ചോളുക. ബ്രിക്സുമായി ബന്ധപ്പെട്ട് പ്രധാന മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് PSC ചോദിക്കുന്നതാണ്. സോ ഇതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, ഒരു ഫെസ്റ്റിവലാണ്. ഒരു ഫെസ്റ്റിവൽ 2026 ജൂലൈയിൽ ഡ്രീ ഫെസ്റ്റിവൽ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. 2026 ജൂലൈയിൽ ഡ്രീ ഫെസ്റ്റിവൽ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കണമെങ്കിൽ അത് അരുണാചൽ പ്രദേശാണ് അല്ലെ. അരുണാചൽ പ്രദേശിലെ അപതാനി ഗോത്രവർഗക്കാർക്കിടയിൽ നടക്കുന്ന ഒരു കാർഷിക ഉത്സവമാണ് വളരെ ഡ്രീ ഫെസ്റ്റിവൽ. കണ്ടിരിക്കേണ്ട ഫെസ്റ്റിവലാണ് ഡ്രീ ഫെസ്റ്റിവൽ. അമേസിംഗ് ആണ്, വളരെ അമേസിംഗ് ആണ്. നോക്കി വെച്ചോളുക. ഡ്രീ ഫെസ്റ്റിവലിന്റെ വേദി അരുണാചൽ പ്രദേശാണ്. ഡ്രീ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശാണ്. 2026 ജൂലൈയിൽ നമ്മൾ ഈ ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നു, അരുണാചൽ പ്രദേശിൽ നടത്തി എന്നുള്ളതാണ്. അതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഒരു പദ്ധതിയാണ്, 3 രാജ്യങ്ങളിൽ ചേർന്ന് നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ക്വസ്റ്റ്യൻ വായിക്കുന്നു. 3600 കിലോമീറ്റർ ഉയർന്ന ശേഷിയുള്ള അന്തർവാഹിനി ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ ആയിരിക്കുന്ന I2AC അല്ലെങ്കിൽ I2SEA പദ്ധതി നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഏത് എന്നുള്ളതാണ് അല്ലെ. 3 രാജ്യങ്ങളാണ്, ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂരാണ് അല്ലെ. I2C അല്ലെങ്കിൽ SEA പദ്ധതി നടപ്പിലാക്കുന്ന 3 രാജ്യങ്ങളാണ്. നോക്കി വെച്ചോളുക. ഇതെന്താണ്? 3600 കിലോമീറ്റർ ഉയരമുള്ള അല്ലെ ഉയർന്ന ശേഷിയുള്ള അന്തർവാഹിനി ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ കൊണ്ടുവരുന്നു. ആ പദ്ധതി നടപ്പിലാക്കുന്ന 3 രാജ്യങ്ങൾ ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ. അടുത്ത ചോദ്യം ജപ്പാനുമായി ബന്ധപ്പെട്ട അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം അല്ലെ 16ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. ആ ജപ്പാനുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നടന്നു എന്നുള്ളതായിരുന്നു അല്ലെ. നമ്മുടെ ജപ്പാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സനെ തകായിച്ചി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോയായിരുന്നു. അങ്ങനെ വന്നിരിക്കുന്നു. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ ഇന്ത്യൻ നാവികസേന കപ്പലുകളെ സഹായിക്കുന്നതിനായിട്ട് ഇന്ത്യയും ജപ്പാനും സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണയായ അത്യാധുനിക റഡാർ സംവിധാനം. കൊള്ളാം. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ
ഇന്ത്യൻ നാവികസേന കപ്പലുകളെ സഹായിക്കുന്നതിനായിട്ട് ഇന്ത്യയും ജപ്പാനും സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണയായ അത്യാധുനിക റഡാർ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് യൂണിക്കോൺ, അല്ലെ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നാണ് അതിന് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ സഹായിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയും ജപ്പാനുമാണ്. അല്ലേ, ഇത് മാത്രമല്ല സനെ തകായിച്ചി, അല്ലെ സനെ തകായിച്ചി, അല്ലെ നമ്മൾ തങ്കച്ചി എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ സിസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചു ഒരു സ്പീച്ചൊക്കെ വന്നായിരുന്നു. അല്ലെ, മൈ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ സിസ്റ്റർ സഹോദരി, തമിഴിൽ അത് തങ്കച്ചി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുകൊണ്ട് തകായിച്ചി, സനെ തകായിച്ചി. അല്ലെ, ജപ്പാൻ പ്രധാനമന്ത്രി 2026 ജൂലൈയിൽ ഇന്ത്യയിൽ സെമി കണ്ടക്ടറുകൾ ഒപ്പം AI, ഹരിതോർജം തുടങ്ങിയ മേഖലയിലായി 1 ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപം പ്രഖ്യാപിച്ച രാജ്യം അത് ജപ്പാനാണ്. കാരണം ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി 3 രാജ്യങ്ങളിൽ ഇങ്ങനെ സന്ദർശനം നടത്തിയായിരുന്നു. അല്ലെ, ഇപ്പൊ ഇന്തോനേഷ്യയിൽ നടക്കുന്നു, ന്യൂസിലാൻഡിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പദ്ധതിയൊക്കെ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടോ എന്നൊരു ചോദ്യം വരാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ 2026 ജൂലൈയിൽ ഇന്ത്യയിൽ സെമി കണ്ടക്ടറുകൾ, AI, ഹരിതോർജം തുടങ്ങിയ മേഖലകളിലായി 1 ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപം പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ്. നോക്കി വെച്ചോളുക, ആ രാജ്യം ഏതാണ്? ജപ്പാനാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നു. പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ചോദിക്കണമെങ്കിൽ അത് ഇന്തോനേഷ്യയാണ്. അല്ലെ, ഇന്തോനേഷ്യ സന്ദർശിക്കുന്നു, അവിടെ ഇന്തോനേഷ്യയുടെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു. അല്ലെ, ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതിയായിരിക്കുന്ന ബിന്താങ് ആദിപൂർണ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ 35 രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരം നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. അല്ലെ, ബിന്താങ് ആദിപൂർണ എന്ന് പറയുന്ന ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയ രാജ്യം അത് ഇന്തോനേഷ്യയാണ്. നോക്കി വെച്ചോളുക. ശേഷം ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന പ്രബോവോ സുബിയാന്റിയോടൊപ്പം അദ്ദേഹം ഒരു ക്ഷേത്രം സന്ദർശിച്ചു പദ്ധതികൾ നടപ്പിലാക്കി എന്നുള്ളതായിരുന്നു. ചോദ്യം വരാം, വിട്ടുകളയരുത്. അല്ലെ, പ്രംബനൻ ക്ഷേത്രത്തിലെ സംയുക്ത സംരക്ഷണ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉദ്ഘാടനം ചെയ്ത ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അല്ലേ പ്രബോവോ സുബിയാന്റോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഏത് ക്ഷേത്രമാണ് പിള്ളേരെ? പ്രംബനൻ ക്ഷേത്രത്തിലെയാണ്. അല്ലെ, യോഗ്യകർത്ത ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രത്തിലെ പദ്ധതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന പ്രബോവോ സുബിയാന്റോ എന്ത് ചെയ്യാണ്? നടപ്പിലാക്കി എന്നുള്ളതാണ്. നോക്കി വെച്ചുകൊടുക്കുക. കഴിഞ്ഞില്ല, ഓസ്ട്രേലിയ സന്ദർശിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ 3ാമത് വാർഷിക ഉച്ചകോടി 2026 വേദി ചോദിക്കുകയാണെങ്കിൽ മെൽബൺ ആണ്. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പരിപാടി അവിടെ സെറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. അല്ലെ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആന്റണി ആൽബനീസ്, അല്ലെ, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ചിത്രങ്ങളൊക്കെ. അല്ലെ, ആന്റണി ആൽബനീസ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടത്. അല്ലെ, ആന്റണി ആൽബനീസും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി അല്ലെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാരെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ 3ാമത് വാർഷിക ഉച്ചകോടിയുടെ വേദി 2026 എവിടെ നടന്നു? ഓസ്ട്രേലിയയിലെ മെൽബൺ ആണ്. നോക്കി വെച്ചോളുക. ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂഹമാണ്. 2026 ജൂലൈ മാസം 7-ാം തീയതി അന്തരിച്ച ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകൻ ആര് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2026 ജൂലൈ 7-ന് അന്തരിച്ച ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകൻ ഗിരീഷ് ഭരദ്വാജ് എന്നാണ്. കേട്ടോ, ഗിരീഷ് ഭരദ്വാജ്. അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ഗിരീഷ് ഭരദ്വാജ് എന്നാണ്. ആണ് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. നോക്കൂ, പ്രശസ്തനായ ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകനും എഞ്ചിനീയറുമാണ് ഗിരീഷ് ഭരദ്വാജ്.
ഗ്രാമീണരുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ 127 തൂക്കുപാലങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം പ്രശസ്തനായി. അദ്ദേഹത്തിന് 2017 അദ്ദേഹത്തിന് രാജ്യം എന്ത് കൊടുത്തു? പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചൊരു വ്യക്തിയും കൂടിയാണ് ഗിരീഷ് ഭരദ്വാജ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിനോട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെ, ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിക്കാം. അത് ഗിരീഷ് ഭരദ്വാജ് ആണ്. മറ്റൊരു വിയോഗവുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടെഹ്റാൻ അല്ലെ, ഇറാനിലെ ടെഹ്റാനിൽ നടന്ന മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തി ആര് എന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് രാജ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സയ്യിദ് അദാ ഹസൈനർ ആണ്. അല്ലെ, സയ്യിദ് അദാ ഹസൈൻ ആരാണ്? ബീഹാർ ഗവർണർ ആണ് കേട്ടോ. ബീഹാർ ഗവർണർ കൂടിയാണ് സയ്യിദ് അദാ ഹസ്നൈൻ എന്നറിയപ്പെടുന്ന വ്യക്തി. സോ അദ്ദേഹമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പോയിരിക്കുന്ന വ്യക്തി എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ. ആ വക ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. 2006 ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യം ഏത് എന്നുള്ളതാണ്. 2006 ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പലസ്തീനാണ്. 2026 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമുക്ക് ഇത് ആവശ്യമുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം എന്താ പിടിച്ചോ? ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം ശാസ്ത്രലോകം കണ്ടെത്തിയത് എവിടെയെന്നാണ്? ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം ശാസ്ത്രലോകം കണ്ടെത്തി. അത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയയിലെ നോർത്ത് പോൾ ഡോമിലാണ്. നോർത്ത് പോൾ ഡോം, ഓസ്ട്രേലിയയിൽ നോർത്ത് പോൾ ഡോമിൽ 302 വർഷം പഴക്കമുള്ള 302 കോടി വർഷം പഴക്കമുള്ള ഒരു ഉൽക്കാഗർത്തം എന്ത് ചെയ്യാണ്? അവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക. ഇനി നമുക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. 2026 ഫിഫ ലോകകപ്പ് നടക്കാൻ പോകുന്നു. അങ്ങനെ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ദിദിയർ ദെഷോം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. യെസ്, ഫ്രാൻസിന്റെ പരിശീലകൻ കൂടിയാണ് ദിദിയർ ദെഷോം എന്ന് പറഞ്ഞൊരു വ്യക്തി. ഫ്രാൻസിന്റെ പരിശീലകനാണ് അല്ലെ. അദ്ദേഹം അങ്ങനെ ഈ ലോകകപ്പിൽ മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചു. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്നുള്ള റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഒരേ ഒരു ജോക്കോവിച്ച് അല്ലെ, നമ്മുടെ നവാക് ജോക്കോവിച്ച് 2026 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസിൽ വിജയം സ്വന്തമാക്കിയതോടുകൂടെ വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി നവാക് ജോക്കോവിച്ച് ആണ് അല്ലെ. റോജർ ഫെഡററെ മറികടന്ന് നവാക് ജോക്കോവിച്ച് എന്ത് ചെയ്യുന്നു? വിംബിൾട്ടണിൽ ഏറ്റവും കൂടുതൽ പുരുഷ സിംഗിൾസ് വിജയങ്ങൾ 106 വിജയങ്ങളാണ് ആര് സ്വന്തമാക്കി? നവാക് ജോക്കോവിച്ച് സ്വന്തമാക്കിയിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ചോദ്യമാണ്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ വനിത അല്ലെ. നമുക്കറിയാം 2026 വനിതാ T20 ലോകകപ്പ് കഴിഞ്ഞു. ആ വനിതാ T20 ലോകകപ്പ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു. അങ്ങനെ വനിതാ ലോക ക്രിക്കറ്റ് ഫൈനൽ നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് വൃന്ദ റാഠിയാണ്. ഒരുപക്ഷെ വൃന്ദ റാത്തി എന്ന് PSC തരാം. എന്നാലും അത് തന്നെയാണ്. വൃന്ദ ശരിയായിരുന്നാൽ മതി. വൃന്ദ റാത്തി എന്ത് ചെയ്യാണ്? അങ്ങനെ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നിയന്ത്രിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലോകകപ്പ് ഫൈനൽ നിയന്ത്രിച്ചിരിക്കുന്നു വൃന്ദ റാത്തിയാണ്. 2026 T20 വനിതാ ലോകകപ്പ് ആര് കൊണ്ടുപോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആര് കൊണ്ടുപോയി? ഓസ്ട്രേലിയ അല്ലെ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി 2026 വനിതാ T20 ലോക ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയുടെ 7ാമത്തെ കിരീടമാണ്. 7ാമത്തെ കിരീടം. ഓസ്ട്രേലിയയുടെ എത്രാമത്തെ കിരീടം എന്ന് ചോദിക്കുകയാണെങ്കിൽ 7ാമത്തെ കിരീടം കൂടിയാണ്. അതും എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇന്ത്യയുടെ 98ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആര് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വീണ്ടും
തമിഴ്നാട്ടിൽ നിന്ന്, തമിഴ്നാട് അല്ലേ, അതിലെ കന്യാകുമാരി ജില്ലാ സ്വദേശിയായിരിക്കുന്ന എസ് അശ്വത് ഇന്ത്യയുടെ 98ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ 98ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് അശ്വതാണ്. ഗ്രാൻഡ് മാസ്റ്റർ, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റർ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും അതും തമിഴ്നാടാണ് പിള്ളേരെ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇന്ത്യയുടെ 98ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? അത് എസ് അശ്വതാണ്. ക്ലിയർ ക്ലിയർ ക്ലിയർ. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇതിൻ്റെ നോട്ട് PDF കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക്ചൈൻ്റെ ടെലഗ്രാം ചാനലിൽ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.